അതേ പറഞ്ഞു. കൂട്ടിന് ഞാനും വേണോ? വേണോന്നോ? തീർച്ചയായും വേണം. പിന്നെ പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങി. കണ്ടാ അണ്ടർവെയർ മാനം കാത്തത് കണ്ടാ? ഇല്ലെന്നേ, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി ജോത്സ്ന. ഗുഡ് നൈറ്റ്. അല്ലെ കുളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. പുറത്ത് പോയാൽ ബഹളമാകും. ഞാൻ മനസ്സാറിനെ വിളിക്കും കേട്ടോ. അയ്യോ മനസ്സാറ് പറഞ്ഞിട്ടോ? മനസ്സാറ് പറഞ്ഞിട്ടോ? അതായത് രഞ്ജി ചേച്ചി വന്നിട്ടുണ്ടെന്ന് വേഗം അങ്ങോട്ട് ചെല്ലാനും മനസ്സാറ് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അങ്ങോട്ടല്ലേ ചെല്ലണ്ടേ? അയ്യോ അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ടല്ല, ഈ ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അതായത് രഞ്ജി ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അഖിലയുടെ മുറിയിലേക്കും ചെല്ലാൻ മനസ്സാറ് പറഞ്ഞു. അവരിപ്പോ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. നമ്മളെ കാണാൻ അപ്പൊ ഞാൻ വേണ്ടേ? കിച്ചു, അതായത് ടവൽ അഴിയാതെ സൂക്ഷിക്കണേ. അത് ഞാൻ നോക്കണം. അവരെത്തി മഹാഭാഗ്യം. അല്ല, അവരെന്തോ പുറത്തു പോയിരിക്കായിരുന്നു. ഈവനിങ് വാക്കിന് അവർ തിരിച്ചെത്തി. സാർ എന്തുപറ്റി? വെറുതെ കിടക്കുക. ഹായ് രഞ്ജു ചേച്ചി, സർപ്രൈസ്. ഇത് എപ്പ എത്തി? കുറച്ചു നേരമായി. മണി 8 ആയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഉറക്കമായോ? ഉറങ്ങേ? അത് കുറച്ച് കഴിയും. ഈ എ സിയുടെ തണുപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖമല്ലേ? അല്ലേ ഡാർലിംഗ്? ശരി, എന്നാ ഞങ്ങൾ കട്ടുറുമ്പുകളാവുന്നില്ല. എന്റെ വക ഒരു സമ്മാനം. എന്താ ചേച്ചി അത്? എഴുന്നേറ്റ് നോക്ക്. പിന്നല്ലാതെ അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പൊ. അതാ ഒരു മിനിറ്റ്. കിച്ചു, പെട്ടെന്ന് എഴുന്നേറ്റോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ. ഇപ്പോഴോ? ഇമ്മീഡിയറ്റ്. എന്തൊക്കെയാ പറഞ്ഞത്? തണുപ്പത്ത് കെട്ടിപ്പിടിച്ചെടുക്ക സുഖാണത്രേ. വേറെ ഒന്നും കിട്ടിയില്ല പറയാൻ. അപ്പ വായി വന്ന് പറഞ്ഞു പോയി. മതി, അഭിനയം മതി. നിന്റെ റൂം പോ. ഓ അത് തന്നെ അല്ലേ? ഇയാളല്ലേ പറഞ്ഞ എനിക്ക് നാണമില്ല ഡ്രസ് മാറാൻ. ഞാൻ മാറി അത്ര തന്നെ. ഇനിയിപ്പോ വേണം ഊരി എന്താ കാണിക്കേ? കഴിഞ്ഞ എന്താ കിച്ചു അത്? രഞ്ജു ചേച്ചിയുടെ ഗിഫ്റ്റാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കിച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അങ്ങനെ ഒരു മോശം തനിക്കുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ റിമോട്ട് എനിക്ക് ആ ഫിലിം കാണണം. എന്ന് എനിക്ക് ആ ഫിലിം കാണണ്ട. അത്രയ്ക്കായോ? ഇത് എന്റെ റൂമാ. എനിക്ക് ഇഷ്ടമുള്ള ചാനൽ ഞാൻ കാണും. റിമോട്ട് തരാൻ കളിക്കില്ല. റിമോട്ട് തരാൻ. ഓഹോ, സേഫ് ലോക്കറിൽ ഒളിപ്പിച്ച. സാരമില്ല, വഴിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. കിച്ചു പ്ലീസ്, ഐ ബെഗ് യു. നല്ലൊരു സിനിമയെ ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാ കണ്ടോ മാതാമയുടെ ഒരു ഇംഗ്ലീഷ് പടം. സൗണ്ട് ഇല്ലല്ലോ. നാശം, ഒരു പൊട്ട ടിവി. അത് ടിവിയുടെ കുഴപ്പമൊന്നുമല്ല, ടെലികാസ്റ്റിംഗിന്റെ. അയ്യോ, എനിക്ക് ഡയലോഗ് കേൾക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡയലോഗ് കാണാതറിയാം. ഈ പടം ഞാൻ 10 പ്രാവശ്യം കണ്ടതാ. ഞാനും കണ്ടിട്ടുള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഈ ഹീറോയുടെ ഡയലോഗ് ഞാൻ പറയാം, ഹീറോയിന്റെ ഡയലോഗ് താൻ പറ. ഓക്കെ? ഓക്കെ, ഞാൻ റെഡി. ഒരു നിഴൽ പോലെ നിന്റെ പിന്നാലെ എപ്പോഴും ഞാനുണ്ടായിരുന്നു. എന്നിട്ടും നിന്റെ മനസ്സ് പഠിക്കാൻ എനിക്കിനിയും കഴിഞ്ഞിട്ടില്ല. എന്നിൽ നിന്നും നീ അകലുകയാണോ അതോ അടുക്കുകയാണോ? എവിടെ നിന്നാണ് ഞാൻ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്? നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതെന്നോട് പറയാത്തിടത്തോളം
നിനക്ക് ഉത്തരം കിട്ടില്ല. ആഞ്ഞടിക്കുന്ന തിരമാല പോലെയാണ് എന്റെ മനസ്സിപ്പോൾ. ആഗ്രഹിക്കുന്ന സ്വർഗതീരത്തണയാൻ കൊതിക്കുകയാണത്. രഞ്ജു, എന്താ നീ കാണിക്കുന്നത്? പതുക്കെ, കപ്പിൾസ് നല്ല റൊമാൻറ്റിക് മൂഡില. കേട്ടു നോക്കി. മറ്റൊരാൾക്ക് സമ്മാനിച്ച അനുരാഗത്തെ മോഹിക്കുന്നത് തെറ്റാണെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും പിന്മാറാനാവുന്നില്ല. എന്റെ പ്രേമത്തിന്റെ പനിനീർ പൂക്കൾ ഈ അവസരങ്ങളിൽ ഞാൻ വർഷിച്ചോട്ടെ. എന്താ ഇത്? നന്ദി കേട്ടവൻ, ചതിയൻ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്താ ഇത്? പിന്നല്ലാതെ ഇതൊക്കെ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? വൃത്തികെട്ടവൻ. എന്താ ഇവിടെ? എന്താ സാർ? ഒന്നുമില്ല. എന്താ ഇവിടെ വർത്താനം കേട്ടത്? ചില വൃത്തികെട്ട സൗണ്ടുകളൊന്നും. അതോ, ടിവിയില് സൗണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഡബ് ചെയ്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു. ടിവിയിലായിരുന്നു? അതെ. ഓക്കെ ഓക്കെ. ആകെ പോയി. അറിയില്ല 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 എന്ത് ചോദിച്ചാലും അറിയില്ല നിനക്ക്. പിന്നെ എന്തറിയാം? ബാലുട്ടൻ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, അതാ നിന്റെ കുഴപ്പം. നിന്നോട് പറയാതില്ലേ അവൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എന്തിനാ? നീ ഒന്നും അറിയാതിരിക്കാൻ. എന്തറിയാതിരിക്കാൻ? ഓ, ഇങ്ങനെ ഒരു മണ്ടി. രഞ്ജു, പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവന്റേതൊരു വഴിവിട്ട പോക്കാണെന്ന്. ഈ പോണ്ടിച്ചേരിയിൽ വെച്ച് അവന്റെ കള്ളക്കളി ഞാൻ വെളിച്ചത്താക്കും. ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം. ഞാനെല്ലാം പക്കാക്കി തരാം. ഛേ, ഈ വല്യച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. എന്താ മനു? എന്താ ഇത്? പതുക്കെ, രഞ്ജു അപ്പുറത്തുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന അവള് വന്ന് കയറിയത് കാരണം അഖിലയോടൊന്നും മിണ്ടാൻ പോലും ഇതിനായിട്ടും കഴിഞ്ഞിട്ടില്ല. ഒരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തു. എന്താ അത്? അഖില വേഗം റെഡിയാവണം. നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നു. കുറച്ചകലെയാ, രാത്രിയിലേ മടങ്ങി വരും. അയ്യോ, രഞ്ജു ചേച്ചി എന്നെ തിരക്കിയ. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്തോളാം. അഖില ട്രീ ഹട്ടിൽ കയറിയിട്ടുണ്ട്. ഇല്ല. ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീടാ. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ ഇറങ്ങണ്ട, ഞാൻ ഫോൺ ചെയ്യുമ്പോ ഇറങ്ങി. ഓക്കെ? ഇത് എവിടെയാ കറങ്ങി നടക്കുന്നത്? ഞാൻ റൂമിൽ ചെന്ന് നോക്കി. താനിതെങ്ങോട്ടാ കെട്ടി ഒരുങ്ങി? ഔട്ടിങ്. ഔട്ടിങ്ങോ? ആരുടെ കൂടെ? മനുവിന്റെ കൂടെ. കുറച്ച് അകലെന്നാ പറഞ്ഞേ. കിച്ചു ട്രീ ഹട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീട്. അവിടെ ഞങ്ങൾ മടങ്ങി വരുമ്പോ രാത്രിയാവുന്നാ പറഞ്ഞ്. അയ്യോ, മനു ഇപ്പൊ വരും. രഞ്ജു ചേച്ചി അറിയാതെ പോന്ന്. ചേച്ചി എന്നെ തിരക്കിയ താൻ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്തോളേ പ്ലീസ്. ചെയ്യാം, മാനേജ് ചെയ്യാം. മനസ്സാറ് വിളിക്കേണ്ട താമസം. ഇറങ്ങി പുറപ്പെടാം. നാണമില്ലല്ലോ എനിക്ക്. ചെല്ല്. എന്നിട്ടൊരു നല്ല പാര പണിത് വേഗം വാ. ഇതാരിത് ഈ നേരത്ത്? സമയത്ത് വിളിച്ചോണം. ഹലോ ഹലോ, മിസ്റ്റർ മാനവേന്ദ്രൻ. യെസ്, ഞാൻ ഇൻഡെക്സ് കേബിൾസിന്റെ MD കണ്ടത്തിൽ ജെയിംസ്. താങ്കൾ ഇപ്പോൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അതെ, ഞാനിപ്പോ പോണ്ടിച്ചേരിയിലാണ്. ഞാനും പോണ്ടിച്ചേരിയിലുണ്ട്. പുതിയ 1-2 ആഡിന്റെ ഓർഡറിനെ കുറിച്ച് താങ്കളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ ഇത്ര തിരക്കിലാണ്. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുമുമ്പ് താങ്കളൊന്ന് നേരിട്ട് കാണണം. ഞാനും കുറച്ച് തിരക്കിലാണ്, ഇന്ന് കാണാൻ സാധിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വേറെയും ക്ലയന്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിസ് ചെയ്ത നല്ലൊരു ലിങ്കാണ് നഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ഞാൻ ബിസിയാണ്. ഐ ആം സോറി. താങ്കൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് മിസ്റ്റർ നമ്പ്യാരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ ഓർഡർ കമ്പനിക്ക് വേണമെന്ന് അദ്ദേഹമാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. താങ്കൾക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറയാം. എന്നാ വെക്കട്ടെ. ഹലോ ഹലോ. യെസ്, ഹലോ. അല്ല, എവിടെയാ കാണേണ്ടത്? എവിടെ കാണുമെന്ന്? ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്ചുവിന് മുമ്പിൽ കാണുന്നു പറ. അവിടെ കാണാം. ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്ചുവിന് മുമ്പിൽ കാണാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്താം. പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരു മിനിറ്റ്. അതെ, തിരിച്ചറിയാൻ ഒരു അടയാളം പറയാൻ. അടയാളോ? അടയാളം പറയാം. 2 കൈയിലും ഓരോ മാമ്പഴം പിടിച്ചോണ്ട് നിന്നാ മതി. ഓക്കെ,
ഹലോ ഹലോ ഛേ മാമ്പഴോ ഇതെന്തൊരു അടയാളം ഇതൊക്കെ വട്ടാണോ നമ്പ്യാരല്ലേ ഫ്രണ്ട് ഈ കിച്ചു എവിടെ ഉണ്ട് കിച്ചു അത്യാവശ്യമായിട്ട് 2 മാമ്പഴം വേണം എവിടെ കിട്ടും നീലം മാമ്പഴമാണെങ്കിൽ സേലത്ത് പോകണം ഇനി മൽഗോവയാണെങ്കിൽ ഗോവയിലേക്ക് അതൊന്നും വേണ്ട 2 സാധാ മാമ്പഴം മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട് അർജന്റാണ് എന്തിനാ സാർ ഇപ്പൊ മാമ്പഴം വേദനിക്കത്തില്ലേ പറയുന്നത് അനുസരിച്ചാ മതി കമോൺ ക്വിക്ക് അങ്ങോട്ട് സ്വയം പാരയായി അല്ലേലും നീ സ്വയം പാരയാണല്ലോ ഇനി എന്നെ നിരപരാധിയാക്ക് നിന്നെ ഇൻഡസ് കേബിൾസ് I don't want. ഐമാറ്റ് നോക്കൂ അടയാളം ഹലോ അടയാളം സാർ ഇവന്താ സാറാണ്. എന്നടാ ഇത് പാമ്പാ ബോംബാ ഇത് മാങ്ങ മാങ്കവാ കൂടിയിടാ ഇൻഡസ് കേബിൾസ് ഈ കണ്ടത്തിൽ ജെയിംസ് അല്ല ഔട്ടിങ്ങിന് പോയ ആൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ എന്തു പറ്റി വരാന്ന് പറഞ്ഞ ആള് മുങ്ങിയോ മുങ്ങി എങ്ക മുങ്ങട്ടെ അതിന് ഇയാക്കെന്താ എനിക്കൊന്നുമില്ല ആ ട്രീ ഹട്ടിലെ താമസം കൈവിട്ടു പോയതുകൊണ്ട് പറഞ്ഞതാ അല്ലല്ലോ മനസ്സാർ ഇങ്ങനെയാ പറഞ്ഞു പറ്റിക്കും എവിടെയെങ്കിലും കാത്തിരിക്കാൻ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് മുങ്ങും എന്നിട്ട് കമ്പനി തരാൻ എന്നോട് പറയും എനിക്ക് ആരുടെയും കമ്പനി ഒന്നും വേണ്ട പക്ഷെ എനിക്ക് വേണമല്ലോ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു വാ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം വാടോ ഒന്ന് ചിരിക്കടോ ഒന്നുമില്ലല്ലോ ഞാൻ തന്നെ കെട്ടിയോനല്ലേ ആ ചിരി വരുന്നുണ്ടല്ലോ അപ്പൊ കമ്പനിക്ക് റെഡിയാണെന്ന് അർത്ഥം വാ.